വിശദമായ വാർത്തയിലേക്ക്. ബജറ്റിലെ ഇന്ധന സെസ്സിൽ പ്രതിഷേധമുയരുമെന്ന അഭിപ്രായം ഇടതുമുന്നണിയിലും ശക്തം. മുന്നണിക്കുള്ളിലും സമ്മർദ്ദം ശക്തമായതോടെ വർദ്ധിപ്പിച്ച 2 രൂപ 1 രൂപയാക്കി കുറച്ചേക്കും. ബജറ്റിലേത് നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിലവർധന ന്യായീകരിച്ച് CPI രംഗത്തെത്തി. കേന്ദ്രത്തെ മാത്രം പഴിചാരി വിലവർധനയെ ന്യായീകരിക്കാനാകില്ലെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇടതുമുന്നണി എത്തുന്നതായാണ് സൂചന. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ സഭയ്ക്കുള്ളിലും പുറത്തും സർക്കാർ ജനരോഷം നേരിടേണ്ടി വരും. 2 രൂപ വർദ്ധിപ്പിച്ചത് കടന്ന കൈയായിപ്പോയി എന്ന വിലയിരുത്തൽ ഇടതുമുന്നണിയിലുണ്ട്. മുഖ്യമന്ത്രിയുമായി MV ഗോവിന്ദൻ കൂടിക്കാഴ്ച നടത്തി. ഇന്ധന സെസ് അടക്കം ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. അതല്ലേ ബഡ്ജറ്റ് പാസ്സായിട്ടില്ലല്ലോ. ബഡ്ജറ്റ് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും അതിനടിസ്ഥാനപ്പെടുന്ന നിലപാടുകളും കാര്യങ്ങളെല്ലാം വരുമല്ലോ. വരട്ടെ. ബജറ്റ് ഒന്നും പറയാൻ പറ്റില്ല. അതങ്ങനെ ഇങ്ങനെ പറയുന്നത് അത് ചർച്ച നടക്കട്ടെ. വിമർശനങ്ങളും ചർച്ചയും എല്ലാം നടക്കട്ടെ. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ ന്യായീകരിക്കുകയാണ് CPI. അത് ഇവിടെ മാത്രമല്ല, വിലക്കയറ്റത്തിന് കാരണമുണ്ടാകുന്നത് ഈ സെസ്സും നികുതികളും എപ്പോഴും ഉണ്ടാകും. അത് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചാലും ഉണ്ടാകും. അത് ഞങ്ങൾ പൊതുവിലാണ് കാണുന്ന ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇന്ധന വിലവർധന പ്രശ്നമായാൽ പരിശോധിക്കുമെന്ന് മന്ത്രി P. പ്രസാദ്. സഭയ്ക്കകത്തും പുറത്തും ഉയരുന്ന പ്രതിഷേധത്തിന്റെ തീവ്രത നിരീക്ഷിക്കുകയാണ് മുന്നണി നേതൃത്വവും സർക്കാരും. 2 രൂപ വർദ്ധിപ്പിച്ചത് തന്നെ 1 രൂപ കുറയ്ക്കാൻ വേണ്ടിയാണെന്ന വിലയിരുത്തലും ഉണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പെട്രോൾ ഡീസൽ വില 2 രൂപ വർദ്ധിപ്പിക്കാനുള്ള ബജറ്റ് തീരുമാനത്തിൽ പ്രതിഷേധം ശക്തം. കോൺഗ്രസ് കരിദിനം ആചരിക്കുകയാണ്. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജനങ്ങൾക്ക് മേൽ അധികഭാരം ഏൽപ്പിക്കുന്ന ബജറ്റിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. എറണാകുളത്ത് മുഖ്യമന്ത്രിക്ക് നേരെ ഇന്നും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നു. മുഖ്യമന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൌസിലുണ്ടെന്നറിഞ്ഞായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയത്. കരിങ്കൊടിയുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ശുചിത്വ മിഷൻ ഗ്ലോബൽ എക്സ്പോയ്ക്ക് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. കോഴിക്കോട് കോൺഗ്രസ് പ്രവർത്തകർ ബജറ്റ് പ്രസംഗത്തിന്റെ പകർപ്പ് കത്തിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രതിഷേധം നടന്നു. ബജറ്റ് പ്രഖ്യാപനങ്ങൾ ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമെന്നും നികുതി കുറയ്ക്കും വരെ സമരമെന്നും UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഇന്നലെ ധനമന്ത്രി ബജറ്റിലൂടെ നടത്തിയത്. ഡീസലിനും പെട്രോളിനും വില വർദ്ധിക്കുമ്പോൾ അതിനെതിരെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നിരന്തരം സമരം, പ്രക്ഷോഭം, പന്തക്കൊളുത്തി പ്രകടനം, ഹർത്താൽ ഇതെല്ലാം നടത്തിയ പാർട്ടിയുടെ നേതാവാണ് ബാലഗോപാൽ. ഈ ഡീസലിനും പെട്രോളിനും 2 രൂപ വില വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു കൊള്ളയുണ്ടോ? നികുതി കൊള്ളയുണ്ടോ? ജനവിരുദ്ധ ബജറ്റെന്ന് ആരോപിച്ച് BJPയും സമരം ഏറ്റെടുത്തു കഴിഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇന്ധന സെസ് വിഷയം കേരള നേതാക്കളോട് ചോദിക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ദേശീയ വിഷയമാണെങ്കിൽ പ്രതികരിക്കാമെന്നും യെച്ചൂരി പറഞ്ഞു. Petrol cess is, but there are objections from public that it hikes the price. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലിനെ വിമർശിച്ച P. ചിദംബരത്തിന്റെ ട്വീറ്റ്. സംസ്ഥാന ബജറ്റിൽ ബാലഗോപാൽ ധനസമാഹരണത്തിന് ആശയങ്ങൾ ബലികഴിച്ചെന്നാണ് മുൻ കേന്ദ്രമന്ത്രിയുടെ ആക്ഷേപം. നികുതി വർദ്ധിപ്പിച്ച് 2000 കോടി രൂപയിൽ അധികം സമാഹരിച്ചാണ് വിലക്കയറ്റം നിയന്ത്രിക്കാൻ 2000 കോടി ചിലവാക്കുന്നതെന്ന് മുൻ കേന്ദ്ര ധനമന്ത്രി പരിഹസിക്കുന്നു. 2000 കോടി രൂപ അധിക നികുതി ചുമത്താതിരുന്നുവെങ്കിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ 2000 കോടി നീക്കിവെക്കേണ്ടതില്ല എന്നാണ് P. ചിദംബരത്തിന്റെ പരിഹാസം. ബജറ്റ് പ്രഖ്യാപനങ്ങൾ ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമെന്നും നികുതി കുറയ്ക്കും വരെ സമരമെന്നും UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. ഈ ഡീസലിനും പെട്രോളിനും 2 രൂപ വില വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു കൊള്ളയുണ്ടോ? നികുതി കൊള്ളയുണ്ടോ? എന്നിട്ട് ഏറ്റവും വിചിത്രമായി പൊട്ടി ചിരിച്ചു ആളുകൾ. എന്താണെന്നറിയാമോ? അതിരൂക്ഷമായ വിലക്കയറ്റം അനുഭവപ്പെടുമ്പോൾ വിലക്കയറ്റം നിയന്ത്രിക്കാൻ 2000 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി.
4000 കോടി രൂപയുടെ നികുതി അടിച്ചേൽപ്പിച്ചിട്ട് 2000 കോടി രൂപ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ആളുകൾ ഇദ്ദേഹത്തിന്റെ വൈരുദ്ധ്യാത്മകമായ സാമ്പത്തിക പ്രഖ്യാപനമാണത്. കഴിഞ്ഞ വർഷവും 2000 കോടി പ്രഖ്യാപിച്ചു. എന്തായി? അതുകൊണ്ട് ഒരു കാര്യം UDF തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ശക്തമായ തീ വാറുന്ന സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UDF ഈ നികുതി വർധനവ്, ഈ നികുതി ഭീകരതയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള അതിശക്തമായ ഒരു മുന്നേറ്റത്തിന് UDF നേതൃത്വം നൽകും. ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം മേഖലകളിലുമുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയ ഈ ജനവിരുദ്ധ ബജറ്റ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. ഇതിനു മുമ്പ് ഇടതുപക്ഷ സർക്കാർ ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ബജറ്റുകളോട് പോലും സമാനതകളില്ലാത്ത ബജറ്റാണ് ഈ ബജറ്റ്. നികുതി കൊള്ളയാണ് ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നത് വസ്തുനിഷ്ഠപരമായ ഒരു കാര്യമാണ്. തീർത്തും ഇംപാർഷ്യലായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പോലും അത് ഉൾക്കൊള്ളുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പാവങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കാനാണ് ശ്രീ പിണറായി വിജയനും ഇടതുപക്ഷ നേതാക്കന്മാരും ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തുന്ന ദൂർത്ത് എത്രയെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ യാത്ര, അദ്ദേഹത്തിൻ്റെ താമസം, അദ്ദേഹത്തിൻ്റെ കാലിത്തൊടുത്ത്, അദ്ദേഹത്തിൻ്റെ ലിഫ്റ്റ്, അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൻ്റെ ആഡംബരം, ഇതെല്ലാം കാണിക്കുന്നത് ഈ മക്കളെയും കൂട്ടിയുള്ള വിദേശയാത്ര, ഇതൊക്കെ പൊതു ഫണ്ടല്ലേ, ജനങ്ങളുടെ ഫണ്ടല്ലേ? ഈ പാവപ്പെട്ട ജനങ്ങളുടെ നിധിയിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന പണമല്ലേ, അവരുടെ വിയർപ്പല്ലേ ഊറ്റി കുടിക്കുന്നത് പിണറായി വിജയൻ എന്ന് അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ ബജറ്റിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെടാനുള്ളത്. പെട്രോളിനും ഡീസലിനും നികുതി വർദ്ധിച്ചു. പെട്രോളിന് 110 രൂപയായി, ഡീസലിന് 97 രൂപയായി. ഇതിൻ്റെ വർധനവ് ആരെയാണ് ബാധിക്കുന്നത്? ഈ വർധനവ് ആരെ ബാധിക്കും? ഓട്ടോ തൊഴിലാളികൾ മുതൽ ഓട്ടോ ജീവനക്കാർ മുതൽ എല്ലാ ആളുകളെയും ബാധിക്കും. ഇതിൻ്റെ വർധനവോ ഇതിൻ്റെ റിഫ്ലക്ഷൻ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും അത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത്രയേറെ ഭാരിച്ച ബാധ്യത ജനങ്ങളെ ചുമലിൽ കെട്ടിവെച്ച ഒരു ബജറ്റായിട്ട് മാത്രമേ ഇതിനെ കാണാൻ നമുക്ക് സാധിക്കൂ. ഇരുചക്ര വാഹനങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് എന്താണുള്ളത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇരുചക്ര വാഹനത്തിന്റെ നികുതി വർദ്ധിപ്പിച്ചു. അത് എത്ര താഴെത്തട്ടിലുള്ള സാധാരണക്കാരുടെ വാഹനമാണ് ഇരുചക്ര വാഹനം? എത്ര താഴെത്തട്ടിലുള്ള വാഹനമാണ്? ആ വാഹനത്തിന് പോലും നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു സർക്കാർ മനുഷ്യത്വം തൊട്ട് കിട്ടിയിട്ടുണ്ടോ ഈ സർക്കാരിനെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വിചാരത്തോടെ ചോദിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വിതരണക്കാരായി മാറിയിരിക്കുന്ന CPM നേതാക്കളുടെ കച്ചവടം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണോ മദ്യത്തിന് വീണ്ടും വില വർദ്ധിപ്പിച്ചത് എന്ന് പരിശോധിക്കണം. നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ഇത് പരാമർശിച്ചപ്പോൾ മുഖ്യമന്ത്രി ക്ഷുഭിതനായി. ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയോട്, എന്തിനാണ് ക്ഷുഭിതനായത്? ഇവിടെ ലഹരി മാഫിയയുടെ കിങ്കരന്മാരായി രംഗത്ത് വന്നിരിക്കുന്നവരും കേസുകളിൽ പ്രതികളായിരിക്കുന്നവരും കടത്തുകാരും ഒക്കെ പിടിച്ചവരും വെട്ടിക്കുത്തി മരിച്ചവരുമൊക്കെ എല്ലാ പ്രതികളും CPM പെട്ടവരല്ലേ? CPMന്റെ ആളുകളല്ലേ? അല്ലെന്ന് പറയാൻ സാധിക്കുമോ? CPMന്റെ കൈകളിലാണ്, CPM ഗുണ്ടകളുടെ ക്രിമിനലുകളുടെ പ്രാദേശിക നേതാക്കന്മാരുടെ കൈകളിലാണ് ലഹരി കടത്ത് എന്നത് ഒരു തിരിച്ചറിഞ്ഞ ഈ സമൂഹം തിരിച്ചറിഞ്ഞൊരു വസ്തുതയാണ്. അതിന് നിയമസഭയിൽ ക്ഷുഭിതനായതുകൊണ്ടൊന്നും അത് മാറാൻ പോകുന്നില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. പിണറായി വിജയൻ മുൻകാലങ്ങളിൽ ബജറ്റിൽ പ്രഖ്യാപിച്ച ക്ഷേമകാര്യങ്ങളൊക്കെ കടലാസിലിരുന്ന് മലയാളികളെ നോക്കി ചിരിക്കുന്നുണ്ട്. നികുതി കൊള്ള മാത്രം കൃത്യമായി നടത്താൻ അറിയുന്ന കഴിവുകെട്ടൊരു ഭരണകൂടമാണ് കേരളത്തിൽ നിലവിലുള്ളതെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. പിണറായി വിജയന്റെ അത്യാധുനിക പശുത്തൊഴുത്തിനെ കുറിച്ചൊക്കെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളടക്കമുള്ള യാത്രയെ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇതിനെല്ലാം ഇവിടുത്തെ ഇടതുപക്ഷത്തോട് ചോദിക്കുന്നു, ഇതിനെല്ലാം വിഹിതം നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണം എന്ന് ഇടതുപക്ഷ സർക്കാരിന് നിർബന്ധമുണ്ടോ എന്ന് ഈ ഇടതുപക്ഷ അനുഭാവികൾ ഒന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അവരാണത് ആലോചിക്കേണ്ടുന്നത്. കാരണം ഇത് അവരെയാണ് കൊള്ളയടിക്കുന്നത്. എന്തിനാണ് കൊള്ളയടിക്കുന്നത് എന്ന് പരിശോധിക്കണം. രാജ്യത്തിന്റെ നന്മക്കല്ല, രാജ്യത്തിന്റെ വികസനത്തിനല്ല, ചെറുപ്പക്കാരുടെ ഭാവിക്കല്ല, ഇവിടെ യുവാക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല, ഈ നാടിന്റെ പട്ടിണി മാറ്റാനല്ല, തൊഴിലാളി വർഗത്തിന് ക്ഷേമം നിലനിർത്താനല്ല, മറിച്ച് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പൊതുപണം ഊർത്തടിക്കാനുള്ള ഒരു മാർഗമായി ഈ ബജറ്റിനെയും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ദിശാബോധമില്ലാത്ത ബജറ്റ്, വിലക്കയറ്റം നിയന്ത്രിക്കാൻ 100 കോടി പ്രഖ്യാപിച്ച സർക്കാർ തന്നെ ഭീമമായ വിലക്കയറ്റത്തിന് കാരണമാകുന്ന നടപടികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഇന്ധന വില വർധനവ്, നിർമ്മാണ സാമഗ്രികളുടെ വില വർധനവ്, ഫയർ വാല്യൂ വർധനവ്, ഇതെല്ലാം വിലക്കയറ്റത്തിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? ഇതെല്ലാം വില വർധനവിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം കരകയറാൻ ശ്രമിക്കുന്ന സമ്പദ്ഘടനയെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ബജറ്റായിരിക്കും പിണറായി വിജയന്റെ ബജറ്റ് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ വിശ്വാസം തീർത്തും അസ്ഥാനത്താണ് എന്ന് തെളിയിച്ചുകൊണ്ടുള്ള ബജറ്റായി മാത്രമേ ഇതിനെ വിലയിരുത്താൻ സാധിക്കൂ. യുവാക്കൾ ഇവിടെ കേരളം വിട്ടു പോകുന്നതിനെ കുറിച്ച്, പാലായനം ചെയ്തതിനെ കുറിച്ച് വലിയ ആശങ്ക പ്രകടിപ്പിച്ച ഗവൺമെന്റാണ്. ചെറുപ്പക്കാർ കേരളം വിട്ടുപോകുന്നു, വലിയ ആശങ്ക പ്രകടിപ്പിച്ച ഗവൺമെന്റ്. ഞാൻ ചോദിക്കുന്നു, ഈ ബജറ്റിൽ ആ ചെറുപ്പക്കാർക്ക് ഇവിടെ നിൽക്കണമെന്ന് പ്രേരണ നൽകുന്ന എന്തെങ്കിലും ഒന്ന് ആ ചെറുപ്പക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുമോ? പിന്നെ ഇവിടെ അസ്തിത്വമില്ലെങ്കിൽ ഇവിടെ ചെറുപ്പക്കാർ പലായനം ചെയ്യില്ലേ? സ്വാഭാവികമല്ലേ? അവരെ അസ്തിത്വമല്ലേ അവർക്ക് പ്രശ്നം? നാടിന്റെ അസ്തിത്വത്തെക്കാൾ അവരെ സ്വന്തം അസ്തിത്വം കാണുന്ന ഒരു സമൂഹത്തിൽ സ്വന്തം അസ്തിത്വത്തിന് പുറത്താണ് നാടിന്റെ അസ്തിത്വം എന്ന് കാണാൻ മാത്രമുള്ള വിശാലബോധമൊന്നും ഉണ്ടാവില്ല. അവരവന്റെ ജീവിതം, അതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം കണ്ടെത്താൻ അവർ പലായനം ചെയ്യും. ഇല്ലേ? അവർക്ക് ഇവിടെ സുരക്ഷിതമാണ്, സംരക്ഷണമുണ്ട്, അവർക്ക് സുഖമായി ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കുന്ന ഭരണമായിരിക്കണം ഈ രാജ്യത്തുണ്ടാകേണ്ടുന്നത്. ആ ഭരണം തീർത്തും പ്രതീക്ഷിക്കാൻ ഒരിക്കലും നിർവാഹമില്ലാത്ത തരത്തിലാണ് ഈ ബജറ്റ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രവാസികളെ ഒരു ശത്രുക്കളെ പോലെയാണ് ഈ ബജറ്റിൽ കണ്ടിട്ടുള്ളത്. സ്വന്തം നാട്ടിലൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ശിക്ഷ നൽകുന്ന ബജറ്റാണ്. വൈദ്യുതി നിരക്ക് വർധന, ചെറുകിട വ്യാപാര വ്യവസായ സംരംഭങ്ങൾക്ക് തിരിച്ചടി, ദൂർത്തു കുറക്കാനൊരു നടപടിയുമില്ല. സമ്പദ്ഘടനയ്ക്ക് ഉത്തേജനം പകരാൻ കഴിയുന്ന വലിയ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളൊന്നുമില്ല. കിഫ്ബി സംസ്ഥാനത്തിന് ബാധ്യതയായി മാറിയെന്ന് ഞങ്ങളല്ല, ബജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ആരാണ് കിഫ്ബി വാങ്ങിയത്? ഞങ്ങളാണോ? പ്രതിപക്ഷമാണോ? അല്ല. തോമസ് ഐസക്കാ തുടങ്ങി വെച്ചത് ബജറ്റ് കിഫ്ബി. ആ കിഫ്ബി വരുമ്പോൾ തോമസ് ഐസക്കിന്റെ പ്രസംഗം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഈ നാട് രക്ഷപ്പെടാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. കിഫ്ബിയിലൂടെ നമുക്ക് ഈ നാടിന്റെ സമ്പദ്ഘടന സമ്പന്നമാക്കാമെന്ന് പ്രഖ്യാപിച്ച മന്ത്രിയാണ് അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ഇപ്പോൾ എവിടെ എത്തി കിഫ്ബി? കിഫ്ബി ഈ രാജ്യത്തിനൊരു ഭാരമായി, ബാധ്യതയായി, ഒരു വെല്ലുവിളിയായി നമുക്ക് മാറിയിരിക്കുന്നു. എന്താണ് യാഥാർത്ഥ്യം? അവശ ദുർബല വിഭാഗങ്ങളെ പൂർണ്ണമായും ബജറ്റ് തടഞ്ഞു. ലൈഫ് മിഷൻ പ്രവർത്തനം താളം തെറ്റിയില്ലേ? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 100 രൂപ പോലും വർദ്ധിപ്പിക്കാൻ ഈ മനസ്സ് കാണിച്ചു. ഇത്രയും വിലവർദ്ധനം ഉണ്ടായിട്ടും ഒരു സാമൂഹിക സുരക്ഷാ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തു ഞങ്ങൾ എന്ന് പറയാൻ, അഭിമാനിക്കാൻ ഇടതുപക്ഷ സർക്കാരിനോ ഇടതുപക്ഷക്കാർക്കോ സാധിക്കുമോ എന്ന് സ്വയം പരിശോധിക്കണം എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒരു കാര്യം ഞാൻ പറയുന്നു, നിരാശാജനകമാണ്, തീർത്തും നിരാശാജനകം. ഒരിക്കലും ഇത്രയും ഒരു നാണം കെട്ടൊരു ബജറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വിലയിരുത്തുന്നത് ഏറ്റവും പരാജയപ്പെട്ട ഒരു സർക്കാരിന്റെ നയപ്രഖ്യാപനമായിട്ടാണ്, സാമ്പത്തിക പ്രഖ്യാപനമായിട്ടാണ് ഇതിൽ ഞങ്ങൾ വിലയിരുത്തുന്നത്. തെരുവോരങ്ങളെ പ്രക്ഷുബ്ധമാക്കുന്ന തീപ്പാറുന്ന സമര പരമ്പരകൾക്ക് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. സാധാരണക്കാരെ കൊള്ളയടിക്കാനുള്ള ബജറ്റ് അവതരിപ്പിച്ച പിണറായി വിജയന്റെ ഭരണകൂടത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് കരിദിനം ആചരിക്കുന്നു. കോൺഗ്രസ് നയിക്കുന്ന സമര പരമ്പരകളിലേക്ക് സകല വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിരന്തരമായ സമരമുഖത്ത് ഞങ്ങൾ അടിയുറച്ചു നിൽക്കും. ഈ സർക്കാരിനെ കൊണ്ട് തെറ്റിദ്ധരിത്താൻ സാധിക്കുമോ എന്ന് നമ്മൾ നോക്കും. ഒരുപാട് ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ജനവിശ്വാസത്തെയും ജനഹിതത്തെയും അട്ടിമറിച്ച ഗവൺമെന്റുകളൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ കാലം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് എനിക്ക് ശ്രീ പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാരോടും പറയാനുള്ളത്. മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ധന വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടും ബാലഗോപാൽ വില വർദ്ധിപ്പിച്ചു. എന്തുകൊണ്ടുണ്ടായി അത്? ബാലഗോപാൽ തന്നെ പറഞ്ഞു ഇന്ധന വില വർദ്ധിപ്പിക്കില്ല. പിന്നെ എന്തേ ഇതിനകത്ത് ഇന്ധന വില വർദ്ധിച്ചത്? ഇടതുപക്ഷ മുന്നണിക്കുള്ള ചർച്ച നടത്തിയോ? ഗോവിന്ദ മാഷ് പറയുന്നു അറിഞ്ഞിട്ടില്ല, ജയരാജൻ പറയുന്നു അറിഞ്ഞിട്ടില്ല. അപ്പോൾ ബാലഗോപാലും മുഖ്യമന്ത്രിയും മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു കെണിയാണോ ഈ വിലവർദ്ധനവ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതിന് ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. ധനകാര്യമന്ത്രി വർദ്ധിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ച പെട്രോൾ ഇന്ധന വില വീണ്ടും വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിറകിൽ എന്തോ ചരടുവലി നടന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടുന്നത്? സംശയാസ്പദമാണ് ആ ചരടുവലി. അതിന്റെ ദുരൂഹത മാറ്റാൻ ഗവൺമെന്റ് തയ്യാറാവണം. പിണറായി സർക്കാർ ബ്ലേഡ് മാഫിയക്ക് തുല്യമാണ്. 100 രൂപ കിറ്റ് കൊടുക്കും, 500 രൂപ അവരേക്ക് തിരിച്ചെടുക്കും.
100 രൂപ എൻ്റെ കിറ്റ് കൊടുക്കുക, 500 രൂപ അവിടേക്ക് തിരിച്ചെടുക്കുക. പിണറായി സർക്കാർ ഒരു ബ്ലേഡ് മാഫിയക്ക് തുല്യമായി മാറിയിരിക്കുന്നു ഈ ബജറ്റിലൂടെ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിയമസഭയിൽ സംസാരിച്ചപ്പോൾ രണ്ടാം തവണയാണ് ആക്ഷേപിച്ച് സംസാരിക്കുന്നത്. ഒരു പ്രശ്നമുണ്ടോ മുഖ്യമന്ത്രിക്ക് മാത്യുവിനോട്? KPCC അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നികുതി കൊള്ളയാണ് സംസ്ഥാന ബജറ്റ് എന്നായിരുന്നു. വലിയ വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത്. വലിയ പ്രതിഷേധം കേരളം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ കീശയിൽ കൈയിട്ട് വാരി ധൂർത്തടിക്കുന്ന സർക്കാരാണ് പിണറായി സർക്കാരെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂടിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. BJP സംസ്ഥാന സമിതി യോഗത്തിൽ അധ്യക്ഷ പ്രസംഗത്തിലാണ് വിമർശനം. ഞങ്ങളെ ഗവൺമെന്റ് വന്നാൽ 5 വർഷം ഒരു സാധനത്തിനും വില കൂടില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് വില കൂടാത്ത ഒരേ ഒരു സാധനമേ ഉള്ളൂ, അത് പിണറായി വിജയന്റെ തല മാത്രമാണ്. ബാക്കി എല്ലാത്തിനും വില കൂടിയിരിക്കുകയാണ്. കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തീവട്ടിക്കൊള്ളയാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും ഭേദം ധനകാര്യമന്ത്രിക്ക് രാത്രി കക്കാൻ ഇറങ്ങുന്നതാണ്, കൊള്ളയടിക്കാൻ ഇറങ്ങുന്നതാണ്. കൊള്ളക്കാരെ പോലെ പെരുമാറുന്ന ഒരു ധനകാര്യമന്ത്രിയായി, ഒരു സർക്കാരായി കേരളത്തിലെ സർക്കാർ മാറിയിരിക്കുന്നു. ഇത്രയും ജനങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു നടപടി നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം. കറുത്ത ഹെയർ ബാൻഡ് ധരിച്ചതിന്റെ പേരിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിക്കെത്തിയ യുവതിയെ പോലീസ് തടഞ്ഞു. എറണാകുളത്ത് മുഖ്യമന്ത്രി പങ്കെടുത്ത ശുചിത്വ മിഷൻ ഗ്ലോബൽ എക്സ്പോയ്ക്ക് എത്തിയവരെയാണ് തടഞ്ഞത്. അല്പസമയം മുമ്പ് പോലീസ് ചോദ്യം ചെയ്യും, തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നത്. എന്താണ് അവർ നിങ്ങളോട് ചോദിച്ചത്? ചേട്ടാ, ഒരു ബ്ലാക്ക് ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു, അത് അവരെ കരിങ്കൊടി കാണിക്കാനാണെന്നും പറഞ്ഞ് പിടിച്ചോണ്ട് വന്നതാ. ബാൻഡോ? ആ, ഹെയർ ബാൻഡ്. അപ്പൊ വെള്ളത്തിൽ നിക്കണതിന് മേടിച്ചതാണ്. ഇതുപോലത്തെ അല്ല, ഫുള്ള് തല കവർ ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റണതാ ഇവിടം വരെ. ബൈക്കിന് പോകുമ്പോഴത്തേക്ക് റൈഡേഴ്സ് യൂസ് ചെയ്യണ സാധനമാണ് അത്. അതാ സാറിന്റെ കയ്യിലുണ്ട്. മാസ്കിന് കുഴപ്പമുണ്ടായില്ല? ഇല്ല, മാസ്കിന് കുഴപ്പം. നിങ്ങളെ പിടിച്ചല്ലോ, ഷർട്ട് ഇതുകൊണ്ടായിട്ടാണ്? അതൊന്നുമല്ല, അത് തന്നെ ഈ കാര്യത്തിൽ. ഈ ഹെയർ ബാൻഡ് ആണ്. ഹെയർ ബാൻഡ് അവർ വാങ്ങി വെച്ചു. നിങ്ങൾ എന്തിനു വന്നായിരുന്നു ഇവിടെ ശരിക്കും? ഞങ്ങൾ വർക്കിന് വന്നതാ. ഇതെന്റെ അമ്മയാ, ഞങ്ങൾ ജോലിക്ക് കൊണ്ടുവന്ന. അപ്പോഴാണ് ഈ കറുത്ത ബാൻഡ് കാണുന്നത്. അത് കറുത്ത എന്താ ഹെയർ ബാൻഡ് മാസ്കിന് പോലെ വെക്കാനായിട്ട് വാങ്ങിച്ചതാ. അപ്പൊ ആ പോലീസുകാർ പിടിച്ചു വെച്ച് കരിങ്കൊടി കാണിക്കാനാണെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിട്ടിറങ്ങി. അപ്പൊ അകത്ത് കിട്ടുന്നില്ല. ഇല്ല. വളരെ കൗതുകകരമായ ഒരു രീതിയാണ് കണ്ടത്. കാരണം ഇപ്പോൾ പോയ പെൺകുട്ടി ഒരു കറുത്ത ബാൻഡ് തലയിൽ ധരിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ കറുത്ത ബാൻഡ് തലയിൽ നിന്നും മാറ്റിയ ശേഷം അവരെ പുറത്തേക്ക് ഇറക്കി വിടുകയാണ് ചെയ്ത്. അകത്തേക്ക് പരിപാടിക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയുണ്ടായില്ല. സംസ്ഥാന ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്കും അതൃപ്തി. പ്രതിഷേധവുമായി CPI സംഘടന. ക്ഷാമബത്ത അനുവദിക്കാത്തതിലാണ് പ്രതിഷേധം. സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും അവഗണിച്ചത് നിരാശാജനകമെന്ന് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി. നിലപാട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി. പ്രതിഷേധം അറിയിച്ച് പ്രതിപക്ഷ സംഘടനകളും രംഗത്തെത്തി. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭ്യമാകേണ്ട ക്ഷാമബത്ത കുടിശ്ശിക 15% ഉയരുകയാണ്. എന്നാൽ ബജറ്റിൽ പരിഗണന ലഭിക്കാത്തതിൽ നിരാശയുണ്ടെന്ന് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി. സർക്കാർ ജീവനക്കാരോട് എന്നും അനുഭാവപൂർവമായ നിലപാടാണ് മുൻ ഇടതുപക്ഷ സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായ നയമാണ് ഇപ്പോഴത്തെ സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സമരസമിതി തുറന്നടിച്ചു. ജീവനക്കാർക്ക് വലിയൊരു വിഷമം ഈ പ്രാവശ്യ ബഡ്ജറ്റോട് നമ്മൾ വളരെ പ്രതീക്ഷിച്ചിരുന്നു. ഒരു ഗഡു ക്ഷാമത്തെങ്കിലും അനുവദിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ജീവനക്കാർക്കെല്ലാം ഉണ്ടായിരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ശമ്പളം നമ്മൾ മുമ്പ് പറയാറുണ്ട്, ശമ്പളം ബാങ്കിലിട്ട് സൂക്ഷിക്കാനല്ല. സർക്കാർ ജീവനക്കാരുടെ ആസ്തിയെ സംബന്ധിച്ചും അവരുടെ കടബാധ്യതകളെ സംബന്ധിച്ചും എല്ലാം പരിശോധിച്ചാൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വായ്പ എടുക്കുന്നവരായി സർക്കാർ ജീവനക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. സഹകരണ ബാങ്കുകളിൽ നിന്ന്, ജീവനക്കാർക്കുള്ള സഹകരണ ബാങ്കുകളിൽ നിന്ന് മുമ്പത്തേക്കാൾ അധികം വായ്പ എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിൽ സർക്കാർ ജീവനക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ജനവിഭാഗത്തിനും ദാരിദ്ര്യമുണ്ട് എന്നറിയാമെങ്കിൽ തന്നെയും അതിനോടൊപ്പം ഈ നമ്മുടെ മാർക്കറ്റിനകത്ത് ഏറ്റവും അധികം പണം ചെലവഴിക്കുന്ന ഒരു വിഭാഗത്തിനെ കൂടി തഴയുന്നത് മാർക്കറ്റിലെ തന്നെ കമ്പോള വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്നാണ്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഇരുട്ടടിയാകുന്ന ബജറ്റിനെതിരെ സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ സമരത്തിനിറങ്ങേണ്ട അവസ്ഥയെന്ന് NGO അസോസിയേഷൻ. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഈ ബഡ്ജറ്റിലെങ്കിലും അതിനൊരു മാറ്റമുണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ ഇവിടെ യാത്ര ചെയ്ത് പോകാനുള്ള
പണം മാത്രം അല്ലെങ്കിൽ ശമ്പളം അതിനുവേണ്ടി മാത്രം വിനിയോഗിക്കേണ്ട ഒരു സാഹചര്യം, ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ബജറ്റിൽ സംസ്ഥാന സർക്കാരിനെതിരെ പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ പ്രതിഷേധമുയരുമ്പോഴാണ് സർക്കാർ ജീവനക്കാരുടെ ഭരണാനുകൂല സംഘടന തന്നെ പ്രതിഷേധവുമായി എത്തുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. CPM വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലോക്കൽ സെക്രട്ടറിയുടെ അശ്ലീല സന്ദേശം. CPM കാസർഗോഡ് പാക്കം LC സെക്രട്ടറി രാഘവൻ വെളുത്തോളിയാണ് സന്ദേശം അയച്ചത്. നിന്നെ വേണ്ട പോലെ തന്നാല് അതിൻ്റെ ഒരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. എനിക്കൊന്ന് മാക്സിമം ശരിയാ. 2 ദിവസം മുൻപാണ് സംഭവം. സന്ദേശം മാറി അയച്ചതാണെന്ന് രാഘവൻ വിശദീകരിച്ചു. പ്രിയ സുഹൃത്തെ, സംഭവം എന്താണെന്ന് മനസ്സിലാക്കാദ്യം. ഞാൻ 1-ാം താരീഖിന് വൈകുന്നേരം വീട്ടിൽ നിന്ന് കേസിൻ്റെ വിചാരണക്കിറങ്ങുമ്പോൾ വല്ലാത്തൊരു വൈകാരിക രംഗമാണ് വീട്ടിലുണ്ടായത്. കാരണം മാധ്യമങ്ങളൊക്കെ തന്നെ 1 വർഷക്കാലം കേസ് വിചാരണ നീണ്ടു നിൽക്കും എന്നൊക്കെ പറയാൻ തയ്യാറതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലെ ഭാര്യയും അത് വിശ്വസിച്ച് ഇനി 1 വർഷക്കാലം നാട്ടിലുണ്ടാകൂല എന്നൊരു ധ്വനി അവരെ മനസ്സിനകത്ത് വരികയും അത്യാവശ്യം രാവിലെ 6 മണി മുതൽ 8-8 മണി വരെ കൃഷിപ്പണിയൊക്കെ ചെയ്തും അതുപോലെ തന്നെ വലിയ ബാങ്ക് വായ്പയൊക്കെ വാങ്ങിച്ച് ചില ബിസിനസ്സൊക്കെ നടത്തി പോവുകയാണ്. അതെല്ലാം പൂർണ്ണമായും ഇല്ലാതാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. കൃഷി പോയാൽ ജീവിതം ഒരുപാട് ഇല്ലാതാകും. ബിസിനസ് നോക്കി നടത്താൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിൽ വാങ്ങിച്ച ബാങ്കിൻ്റെ വായ്പ അടക്കാൻ വേണ്ടി കഴിയാതെ വലിയ പ്രതിസന്ധിയാവും. ഇതെല്ലാം കേസിൽ പ്രതിയായതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോയതാണ്. ആ വീട്ടിലെ വൈകാരികമായ രംഗം കണ്ട് ഞാൻ പള്ളിക്കര റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ തന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി സുരേഷ് ഏട്ടൻ വിഷയം പറഞ്ഞു. സതി വല്ലാത്ത പ്രയാസത്തിലാണ്. തീവണ്ടിയിൽ കയറിയപ്പോൾ കെ വി ചോദിച്ചു വീട്ടിലൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കെ വിയോട് ഞാൻ സംഭവം സൂചിപ്പിച്ചതാണ്. വണ്ടി കയറി കുറച്ച് മൂവായപ്പോൾ വീണ്ടും വിളിക്കുമ്പോഴും അതാണ് അവിടെ മാനസികാവസ്ഥ. 9 മണിക്ക് ശേഷം വീണ്ടും വിളിക്കുമ്പോഴും ഒരു മാറ്റമൊന്നുമില്ല. ആ സമയത്താണ് വെറുതെ ഒരു ആശ്വാസം നൽകാമെന്നതിലേക്ക് വലിയ ഭർത്താക്കന്മാർ എന്നതിലേക്ക് പറയാവുന്ന നിലയിൽ ചില വോയിസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ വേണ്ടി തയ്യാറായത്. അതിൻ്റെ ഒരു അവസാനത്തെ വോയിസാണ് നിങ്ങൾ കേട്ടത്. ഗ്രൂപ്പ് മാറി വന്നുപോയതാണ്, പെശകാണ്, ഉൾക്കൊള്ളുകയാണ്. തീവണ്ടിക്കകത്ത് വണ്ടി അങ്ങോട്ടോട്ട് മൂവാകുമ്പോൾ സംഭവിച്ച ഒരു പെശകാണ്. ഞാൻ തനിച്ച് എവിടെയെങ്കിലും ഇരുന്ന് വർത്തമാനം പറഞ്ഞതല്ല. ഞങ്ങൾ 8 പേരും ഒരേ കമ്പാർട്ട്മെൻറ്റിനകത്ത് ഒരേ സീറ്റിനകത്ത് ഇരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത്യാവശ്യം അല്ലാത്തതുകൊണ്ട് വീട്ടിൽ വൈകാരികമായി നിൽക്കുന്ന ഒരു കുടുംബത്തെ ഭാര്യയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചില വോയിസുകളൊക്കെ ഇട്ട് പറ്റുമെങ്കിൽ അതൊരു ആശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചത്. നിങ്ങളെ കേസിൽ പ്രതിയായ മാത്രമേ ഇതിൻ്റെ വിഷയം മനസ്സിലാവും. ഇന്നലെ ഞങ്ങൾ രാവിലെ 11 മണിക്ക് കോടതിയിൽ കയറി 7:45 കോടതിയിൽ നിന്ന് ഇറങ്ങിയത്. സമയത്ത് ഭക്ഷണമില്ല, ചായയില്ല, വെള്ളമില്ല, വല്ലാത്തൊരു ദുരിതമാണ്. യാത്ര ചെയ്യുന്നതാണ്. പലപ്പോഴും ടിക്കറ്റ് റിസർവേഷൻ കിട്ടാറില്ല. കിട്ടിയ വണ്ടി കയറി ഉറക്കില്ല, ഊണില്ല എന്ന നിലയിലേക്കാണ് കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ കേസിൻ്റെ പിന്നാലെ നടക്കുന്നത്. അവരവർക്ക് വരുമ്പോൾ മാത്രമേ അവർക്ക് ഇതിൻ്റെ പ്രയാസം മനസ്സിലാവൂ. സംഭവത്തിൻ്റെ വസ്തുത കൂടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പാർട്ടിക്കുള്ളിൽ നടപടി ആവശ്യം ശക്തമാണ്. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയാണ് രാഘവൻ വെളുത്തോളി. പാലക്കാട് മുതലമടയിൽ CPMന് ഭരണം നഷ്ടമായി. സ്വതന്ത്ര അംഗങ്ങൾ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസായി. 8-നെതിരെ 11 അംഗങ്ങൾ വോട്ട് ചെയ്തു. വിപ്പ് ലംഘിച്ച BJP അംഗങ്ങളെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കൊല്ലങ്കോട് BJP മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു. കാട്ടാന ആക്രമണത്തിൽ പാലക്കാട് ധോണിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ഇന്നലെ രാത്രി കാട്ടാനക്കൂട്ടം പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയത്. നഷ്ടപരിഹാരം ലഭിക്കാതെ പശുവിന്റെ ജഡം മറവു ചെയ്യില്ലെന്ന് നാട്ടുകാർ നിലപാടെടുത്തു. തുടർന്ന് വനംവകുപ്പ് നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ 60,000 രൂപ നഷ്ടപരിഹാരം നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്.
കാശ് കൊടുത്തു. 65,000 രൂപയാണ് വെറ്റിനറി സർജൻ പശുവിന് വിലയിട്ടത്. അതിൽ 60,000 രൂപ ഇപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തു. 5,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ അതിൻ്റെ പ്രോസസ്സായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ ഈ റോഡ് ഉപരോധിക്കുന്നു പറഞ്ഞാൽ വന്ന് ഇത് എടുക്കണമെങ്കിൽ പൈസ കിട്ടിയാലേ പോകുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. നഷ്ടം കൊടുക്കാൻ കാരണം ഫണ്ടിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ബാധിക്കില്ല. നാളെ അവർക്ക് ജീവിക്കണമെങ്കിൽ പശുവിനെ കറന്നിട്ട് വേണം. ആ പശുവാണ് പോയത്. അതുകൊണ്ട് കോമ്പൻസേഷൻ കിട്ടിയേ പോകുമെന്ന് തീരുമാനിച്ചു. ഉദ്യോഗസ്ഥന്മാർ ആ നിലയിൽ തന്നെ ആ തീരുമാനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തത്. ഇപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. നമ്മുടെ ഒരു ജീവനമാർഗമാണ്. ഞങ്ങൾ അതുപോലെ വളർത്തിയെടുത്താണ്. ഇനി മൃഗം, അതായത് പശു എന്നുള്ള രീതിയിലല്ല, അതിനെ ഓമനിച്ച് വളർത്തിയതാണ്. അത് പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാല് കൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അല്ലാതെ മറ്റൊരു മാർഗവും നമുക്കില്ല. അത് കറന്നു കൊടുത്തുള്ള അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ നഷ്ടപരിഹാരം മാത്രമല്ല, ഇനിയും അവിടെയുള്ള മൃഗങ്ങൾക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. പല ജനങ്ങൾക്കും, മൃഗങ്ങൾ മാത്രമല്ല, ഇതിനിട്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള ജനങ്ങളെ തീർക്കുമായിരുന്നു. എൻ്റെ അമ്മയാണെങ്കിലും അനിയന്മാരും എല്ലാം പോകുമായിരുന്നു. അപ്പം ഇത് മാത്രമല്ല, ഇനി പ്രൊട്ടക്ഷൻ ജനങ്ങൾക്കും മൃഗങ്ങൾക്കും വേണം. ആ രീതിയിലുള്ള തീരുമാനമായിരിക്കണം. പ്രസാദ് ലുംബശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, വലിയ പ്രതിഷേധമുണ്ടായി, തുടർന്ന് അവർക്ക് പൈസ കൊടുത്തു. പക്ഷേ ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാട്ടാന ശല്യം ആ പ്രദേശത്ത് രൂക്ഷമാണ്. എന്താണ് നാട്ടുകാർ പറയുന്നത്? അശ്വതി, ഇന്നലെ രാത്രിയാണ് ധോണിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുകയും പശുവിനെ കൊല്ലുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നത്. PT7 പിടികൂടിയിട്ടും ഈ പ്രദേശത്ത് കാട്ടാനശല്യം അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാട്ടാനകൾ ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇന്നലെ പശുവിനെ കൂടി കൊന്നതോടുകൂടി നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പശുവിൻ്റെ ജഡം മറവ് ചെയ്യാതെ അത് JCBയിൽ DFO ഓഫീസിലേക്ക് മാർച്ചിന് തയ്യാറായെടുത്താണ് നാട്ടുകാർ തയ്യാറായി നിന്നിരുന്നത്. സംഭവത്തെ തുടർന്ന് DFOയുമായി ഇവിടുത്തെ CPM നേതാക്കളും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും എല്ലാം തന്നെ ചർച്ച നടത്തുകയും ഇന്ന് തന്നെ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വനംവകുപ്പ് അറിയിച്ചെങ്കിൽ പോലും നഷ്ടപരിഹാരം നൽകാതെ പിൻവാങ്ങില്ല എന്നൊരു നിലപാട് നേതാക്കൾ സ്വീകരിച്ചു. ഇതേ തുടർന്നാണ് 60,000 രൂപ നഷ്ടപരിഹാരം നൽകിയത്. അതിനുശേഷം സമരം ജഡവുമായി നടത്താനിരുന്ന മാർച്ച് പൂർണ്ണമായി പിൻവലിച്ചു. പക്ഷേ വരും ദിവസങ്ങളിൽ കാട്ടാനശല്യം തടയാൻ ശക്തമായ നടപടികളില്ല എങ്കിൽ വീണ്ടും സമരത്തിന് ഇറങ്ങുമെന്നാണ് ഇവരെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, പ്രസാദ് ലുംബശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ചിന്നക്കനാൽ നിവാസികൾക്ക് ഏറെ പ്രിയനായിരുന്നു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശക്തിവേൽ. ആനയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടെന്നറിഞ്ഞാൽ ഓടിയെത്തുന്ന സഹായി. ശക്തിവേലിന്റെ വിയോഗം കുടുംബത്തിനും നാടിനും തീരാ ദുഃഖമാണ് നൽകിയത്. എങ്കിലും വനം വകുപ്പിൽ തന്നെ മകൾക്ക് ജോലി ലഭിക്കുന്നതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം. വനം വകുപ്പ് വാച്ചറായിരുന്ന ശക്തിവേൽ ഏറെ ഇഷ്ടത്തോടെയാണ് ജോലി ചെയ്തിരുന്നത്. മതികെട്ടൻ ചോലയിലെ ഒറ്റയാന്മാരുടെ സ്വഭാവ സവിശേഷതകൾ ശക്തിവേൽ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ ശാസിച്ച് അനുനയിപ്പിച്ചിരുന്നു. പ്രായമായ അമ്മയും ഭാര്യയും 4 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ശക്തിവേൽ. ഇഷ്ടപ്പെട്ട ജോലിക്കിടെ ജീവൻ നഷ്ടമായപ്പോൾ തകർന്നത് കുടുംബമാണ്. തോരാത്ത കണ്ണീരുമായി ശക്തിവേലിന്റെ ഓർമ്മകളിൽ കഴിയുകയാണിവർ. നഷ്ടം നികത്താനാവില്ലെങ്കിലും സർക്കാർ കുടുംബത്തിനൊപ്പമുണ്ട്. ആദ്യഘട്ട നഷ്ടപരിഹാര തുക കൈമാറിയതിനൊപ്പം ഇളയ മകൾ രാധയ്ക്ക് വനംവകുപ്പിൽ ജോലി നൽകുമെന്ന ഉറപ്പും നൽകി. അച്ഛനേറെ സ്നേഹിച്ചിരുന്ന വനംവകുപ്പിൽ തന്നെ മകൾക്ക് ജോലി ലഭിക്കുന്നതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം. എൻ്റെ ഭർത്താവ് മരിച്ചു. എൻ്റെ മക്കളിൽ 4 മക്കളിൽ ഒരാൾക്ക് വേല കിട്ടി. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കുമുദ, വനിത, പ്രിയ, രാധിക എന്നിവരാണ് ശക്തിവേലിന്റെ മക്കൾ. ഇവരിൽ 3 പേരുടെ വിവാഹം കഴിഞ്ഞു. ഇളയ മകൾ രാധികയാണ് ഇനി അമ്മയുടെയും വലിയമ്മയുടെയും കാവൽക്കാരി. ന്യൂസ് 18 ഇടുക്കി. ആവർത്തിക്കുന്ന അതിക്രമം. തിരുവനന്തപുരം മ്യൂസിയം പരിസരത്ത് വീണ്ടും യുവതിക്ക് നേരെ ആക്രമണം. ഇന്നലെ രാത്രി 11:45 കനകനഗർ റോഡിൽ ബൈക്കിലെത്തിയ 2-അംഗ സംഘം യുവതിയെ ആക്രമിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പ്രതികൾക്കായി മ്യൂസിയം പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. തലസ്ഥാന നഗരിയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇന്നലെ രാത്രി 11:30 ശേഷം സാഹിത്യ ഫെസ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു യുവതിക്ക് നേരെ ആക്രമണമുണ്ടായത്. മ്യൂസിയത്തിന് സമീപം കനകനഗറിൽ ബൈക്കിലെത്തിയ 2 പേരാണ് ആക്രമിച്ചതെന്ന് തൃശൂർ സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ പറയുന്നു. അതിക്രമത്തിനിടെ യുവതിയുടെ കഴുത്തിനും മുഖത്തും പരിക്കേറ്റു. ആക്രമണം നടത്തിയവരുടെ മുഖം യുവതിക്ക് ഓർമ്മയില്ല. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ടെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിലും മ്യൂസിയം പരിസരത്ത് പ്രഭാത സവാരിക്കിറങ്ങിയ വനിതാ ഡോക്ടർ ആക്രമണത്തിനിരയായി.
മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡ്രൈവറായിരുന്നു ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്ത് ആക്രമണം നടത്തിയത്. വഴുതക്കാട്, വഞ്ചിയൂർ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലും പേരൂർക്കടയിൽ 2 തവണയും മാസങ്ങൾക്കിടെ യുവതികൾക്ക് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെ ഭൂമിയിൽ അതിക്രമമെന്ന് പി.ടി. ഉഷ. പഞ്ചായത്ത് അനുമതിയോടെ അനധികൃത നിർമ്മാണം നടത്തുന്നുവെന്നാണ് ആരോപണം. പനങ്ങാട് പഞ്ചായത്തിന്റെ അനുമതി ഉണ്ടെന്നാണ് നിർമ്മാണം നടത്തുന്നവരുടെ വാദം. താൻ MP ആയപ്പോൾ ഉപദ്രവം കൂടി. തനിക്ക് ഒരു പാർട്ടിയുമായും ബന്ധമില്ല. മുഖ്യമന്ത്രി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നും പി.ടി. ഉഷ പറഞ്ഞു. ഞങ്ങളുടെ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എന്ന് പറയുമ്പോൾ കേരള ഗവൺമെന്റ്, മുൻ ഗവൺമെന്റ് 30 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ആ സ്ഥലത്ത് ഞങ്ങൾ അറിയാതെ സ്കൂൾ മാനേജ്മെന്റിന്റെ അനുവാദമില്ലാതെ കുറച്ചു പേര് അതിക്രമിച്ച് കിടന്നിട്ട് ഏതാണ്ട് സ്കൂളിന്റെ മധ്യഭാഗത്ത് ഒരു നിർമ്മാണ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ നമ്മുടെ മാനേജ്മെന്റ് അത് അറിയാൻ വേണ്ടി പോയപ്പോൾ ശരിക്കും അവരോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയ. പിന്നെ ആ JCB ഒക്കെ എടുത്തിട്ട് മുമ്പോട്ട് കയറ്റിയായിരുന്നു അവര്. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞത് പനങ്ങാട് പഞ്ചായത്തിന്റെ സമ്മതത്തോടു കൂടിയാണ് ഇവര് ഇങ്ങനെ വന്നതെന്നാണ് അറിഞ്ഞത്. അപ്പൊ അതറിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് റൂറൽ SP-യും പിന്നെ കലക്ടറോടും പറഞ്ഞിട്ട് അത് പരിപാടി നിർത്തിവെച്ചു. ഇതെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷന് 10-25 പിള്ളേർ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. വല്ലാത്ത അതിക്രമം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ MP അന്വേഷണത്തിൽ കൂടുതലാണ്. കുറച്ചു മുമ്പ് ആ റോഡിനടുത്ത് ഒരു ചോന്ന കൊടി കൊണ്ടുപോയി നാട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 4-5 കൊല്ലം മുമ്പാ. അപ്പൊ ഞാൻ പിണറായി വിജയൻ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അത് അങ്ങോട്ട് മാറ്റിയത്. ഇപ്പൊ ആരാണ് അറിയില്ല, ഇങ്ങനെ വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ കുട്ടികളുടെ സുരക്ഷ നമുക്ക് അത് ഉറപ്പുവരുത്തുക. അതിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. പെൺകുട്ടികളാ 25ഓളം കുട്ടികൾ പഠിക്കുന്നതിൽ 11ഓളം നോർത്ത് ഇന്ത്യ കുട്ടികളാണ് അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ 12-ാം തീയതി സെലക്ഷൻ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസരത്തില് ഈ കുട്ടികളുടെ ഈ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആൾക്കാർ അതിക്രമിച്ച് കടക്കാതിരിക്കാൻ ഉറപ്പുവരുത്തണം. പനങ്ങാട് പഞ്ചായത്തും KSIDC-യും ജില്ലാ ഭരണകൂടവും കേരള ഗവൺമെന്റ് മുഖ്യമന്ത്രിയും ഇടപെട്ടിട്ട് ഈ അതിക്രമം ഒന്ന് നമുക്ക് തടയണം. മാത്രമല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്, മുഖ്യമന്ത്രി ഇടപെട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. അല്ലാത്ത പക്ഷം അത് ഇല്ലാതെ ആവുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കൂടിക്കാഴ്ച നടത്തി. എറണാകുളം ഗസ്റ്റ് ഹൌസിലെത്തിയാണ് ചീഫ് ജസ്റ്റിസ് S. മണികുമാർ മുഖ്യമന്ത്രിയെ കണ്ടത്. കൂടിക്കാഴ്ച 45 മിനിറ്റോളം നീണ്ടുനിന്നു. പ്രശ്നക്കാരായ പോലീസുകാർക്കെതിരെയുള്ള നടപടി തുടരുമെന്ന് DGP അനിൽകാന്ത്. SP-മാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്നും DGP പറഞ്ഞു. ഈ നമ്മുടെ ഈ ഡിസിപ്ലിൻ ഫോഴ്സ് ആണ്. ഈ ആദ്യത്തെ പരിപാടി ഇല്ല. പണ്ടേ മുതലാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് ഡിസിപ്ലിനറി ആക്ഷൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു ഓഫീസർമാരുടെ ഭാഗത്ത് തെറ്റുണ്ട്, ഡിസിപ്ലിനറി ആക്ഷൻ കൃത്യമായിട്ട് ഉണ്ടാകാറുണ്ട്. ഇപ്പോഴേ കൂടുതൽ മോശം രീതിയിൽ കണ്ടക്ട് ചെയ്ത ഓഫീസർമാർക്ക് എക്സ്ട്രീം ഡിസിപ്ലിനറി ആക്ഷൻ നമുക്ക് എടുക്കാൻ പോകുന്നു. അങ്ങനെ തന്നെ ഇല്ല, ആർക്ക് പേരിൽ അങ്ങനെ തന്നെ അലിഗേഷൻ വന്നാൽ ഇൻക്വയറിയിൽ പ്രൂവ് ചെയ്താൽ നടപടി ഉണ്ടാവും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ നടപടി. ട്രാഫിക് വാർഡനെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി. വിശദമായ അന്വേഷണത്തിന് ശേഷം കർശന നടപടി സ്വീകരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിസാറുദ്ദീൻ പറഞ്ഞു. വിഷയത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ജനിക്കാത്ത കുട്ടിയുടെ പേരിൽ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിനെതിരെ കേസെടുത്ത് പോലീസ്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാറിനെതിരെയാണ് കേസ്. എന്തിനു വേണ്ടിയാണ് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ ജനനമരണ രജിസ്റ്റർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന നഗരസഭാ ജീവനക്കാരിക്ക് തോന്നിയ സംശയമാണ് ജനിക്കാത്ത കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. പോലീസ് സ്റ്റേഷനിലെത്തി ഇവർ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാറിനെതിരെ പോലീസ് കേസെടുത്തത്. ഇയാളെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. എന്റെ കൗണ്ടറിലേക്ക് വരികയും ഞാൻ അറിയാതെ ആ ഫയല് എന്റെ
ഫയലിൻ്റെ ഇടയിൽ വെക്കുകയും അതെന്നെ കൊണ്ട് അതിൽ നിന്ന് എടുക്കുന്ന പോലെ കാണിച്ച് എനിക്ക് ആ ഫയൽ അടിക്കാനും പറയുകയും ചെയ്തു. അത് അടിച്ച് വെരിഫൈ ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രിൻ്റ് എടുക്കണമെങ്കിൽ ബൈസ്റ്റാൻഡർ വരണം, എന്നാലേ പ്രിൻ്റ് എടുക്കുള്ളൂ. അങ്ങനെ ബൈസ്റ്റാൻഡറെ വിളിച്ച് വരുത്തിപ്പിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആ ഫയൽ അടിച്ചതിന് ശേഷം ആ ഫയലുമായിട്ടാണ് ആ സാറ് പോയത്. വിഷയത്തിൽ ആഭ്യന്തര അന്വേഷണം പൂർത്തിയാക്കി മെഡിക്കൽ കോളേജ് അധികൃതരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നഗരസഭാ ജീവനക്കാരിക്കും വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. തൃപ്പൂണിത്തുറ സ്വദേശികളുടെ വിലാസത്തിലാണ് ജനന സർട്ടിഫിക്കറ്റ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ശേഖരിച്ചു വരികയാണ്. അനധികൃത ദത്തെടുപ്പ്, കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന ശേഷം ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നിയമവിധേയമാക്കൽ തുടങ്ങിയ വിവിധ വശങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ഓഹരി തട്ടിപ്പ് ആരോപണത്തിൽ അദാനിക്കെതിരെ അന്വേഷണം ആരംഭിച്ച് കേന്ദ്രം. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് അന്വേഷണം നടത്തുന്നത്. കമ്പനി നിയമത്തിലെ സെക്ഷൻ 206 പ്രകാരം അദാനി ഗ്രൂപ്പിൽ നിന്ന് വിവരങ്ങൾ തേടി. സമീപകാലത്ത് നടത്തിയിട്ടുള്ള ഇടപാടുകളെക്കുറിച്ചുള്ള രേഖകളാണ് പരിശോധിക്കുന്നത്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിലാണ് പ്രാഥമിക അന്വേഷണം. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷമുള്ള ആദ്യ അന്വേഷണമാണ് ഇത്. അദാനിയുടെ സാമ്പത്തിക രേഖകളിലും അക്കൌണ്ട് വിവരങ്ങളിലുമുള്ള പ്രാഥമിക പരിശോധന ഇതിനോടകം തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂമോണിയ മാറാൻ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് പൊള്ളിച്ചതിനെ തുടർന്ന് കുട്ടി മരിച്ചു. മധ്യപ്രദേശിലെ ഷഹട്ടോൾ ജില്ലയിലാണ് സംഭവം. പ്രാകൃതമായ ചികിത്സാരീതിയുടെ ഭാഗമായാണ് കുട്ടിയെ പൊള്ളിച്ചത്. ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പി കൊണ്ട് 51 തവണ പൊള്ളിച്ചതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രദേശത്ത് ഇത്തരം ചികിത്സ നടത്തുന്ന സ്ത്രീയാണ് കുട്ടിയെ പൊള്ളിച്ചത്. സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്കരിച്ച കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. ഷഹദോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് കുട്ടി മരിച്ചത്. മതിയായ ചികിത്സ ആദ്യഘട്ടത്തിൽ തന്നെ ലഭിക്കാത്തതിനെ തുടർന്നാണ് മരണം എന്ന് ഷഹദോൾ കളക്ടർ വന്ദന വൈദ് വ്യക്തമാക്കി. പ്രദേശത്തെ അംഗനവാടി ജീവനക്കാരി പ്രാകൃത ചികിത്സാ രീതി അവലംബിക്കരുത് എന്ന് കുട്ടിയുടെ മാതാപിതാക്കളോട് അഭ്യർത്ഥിച്ചിരുന്നു. ന്യൂമോണിയ മാറുന്നതിനായി ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് പൊള്ളിക്കുന്ന രീതി പ്രദേശത്തെ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വ്യവസായ സൗഹൃദ അന്തരീക്ഷം തകർക്കാൻ തൊഴിലാളി യൂണിയനുകൾ ശ്രമിക്കുകയാണെന്ന ഫെഡറേഷൻ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ചില തൊഴിലാളി യൂണിയനുകൾ വ്യവസായികളെ കേരളത്തിൽ നിന്ന് കെട്ടിക്കെട്ടിക്കുന്ന അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണെന്ന് യോഗം വിലയിരുത്തി. വ്യവസായ കേന്ദ്രം ജില്ലാ മാനേജർ നജീബ് PA ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് TS പട്ടാഭിരാമൻ അധ്യക്ഷത വഹിച്ചു. സർക്കാരിന്റെ പല ഉത്തരവുകളും ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ KSFT സമ്പ്രദായം ഫലപ്രദമായി നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ല വിവിധ അസോസിയേഷനുകളും കുറ്റപ്പെടുത്തി. പ്രമുഖ സെക്യൂരിറ്റി സിസ്റ്റം വിതരണക്കാരായ ലാന ടെക്നോളജീസിന്റെ 8ാം വാർഷികാഘോഷം കൊച്ചിയിൽ സംഘടിപ്പിച്ചു. ലാനടെക് എന്ന പേരിൽ നടത്തിയ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗാനമേളയും കോമഡി ഷോയും നടന്നു. ടിനി ടോം, രഞ്ജിനി ജോസ്, ബിനു അടിമാലി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലാന ടെക്നോളജീസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷിബു മാത്യു അടക്കമുള്ളവർ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരള കാഷ്യൂ എന്ന ബ്രാൻഡ് ഉടൻ പ്രഖ്യാപിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ കാഷ്യൂ കോർപ്പറേഷൻ കശുവണ്ടി മേഖലയുടെ പുനരുജ്ജീവനവും വികസനവും ലക്ഷ്യമിട്ട് 88 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതോടെ കോർപ്പറേഷൻ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് ചുവടുവെക്കുകയാണെന്ന് ചെയർമാൻ S. ജയമോഹനൻ പ്രതികരിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ കശുവണ്ടി മേഖല മുന്നോട്ട് കുതിക്കുകയാണ്. UDF കാലത്ത് പൂട്ടിക്കിടന്ന ഫാക്ടറികളും നിലച്ചുപോയ പദ്ധതികളും ഇന്ന് വിജയവഴിയിലാണെന്നും സംസ്ഥാന കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ഈ വ്യവസായം തിരിച്ചുപിടിക്കാനും ഇവിടെ നിലനിർത്താനും കൂടുതൽ പുനരുദ്ധരിക്കുന്നതിന് ഉതകുന്ന നൂതനങ്ങളായിട്ടുള്ള നിരവധി പദ്ധതികൾ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ കശുവണ്ടി മേഖലയിൽ പ്രതിസന്ധി പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. ഇത് പരിഹരിക്കാൻ പുനരുജ്ജീവന പാക്കേജിന് 30 കോടി രൂപ വകയിരുത്തിയത് കശുവണ്ടി മേഖലയ്ക്ക് ഓക്സിജനാണ്. 30 കോടി രൂപ വക ഇരുത്തിയിട്ടുണ്ട്. അത് ഈ തുടർന്ന് വരുന്ന പദ്ധതികളെ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കി വ്യവസായികളെ സഹായിച്ച് തൊഴിലാളികളെ സംരക്ഷിച്ച് ആ വ്യവസായത്തെ പുനരുദ്ധരിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് എന്നതാണ് പ്രതീക്ഷ. കശുമാങ്ങ ജ്യൂസ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉടൻ പുറത്തിറങ്ങും. ഫെനി നിർമ്മാണ രംഗത്തേക്ക് കോർപ്പറേഷൻ ഉടൻ കടക്കുമെന്നും ജയമോഹൻ പറഞ്ഞു. അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കമ്പോളത്തിൽ ഇറക്കുന്നതിന് വേണ്ടി വകയിരുത്തിയിരിക്കുന്ന കൃഷി വകുപ്പിന്റെ ഫണ്ടിന്റെ ഒരു ഭാഗം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന ഘട്ടത്തിലും പരമ്പരാഗത വ്യവസായ മേഖലകളിൽ
ഏറ്റവും പ്രധാനപ്പെട്ട 95% സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്നു. അതിൽ തന്നെ വളരെ പിന്നോക്കമായി BPL ലിസ്റ്റിൽപ്പെട്ടവരാണ് 90%. അവരുടെ സംരക്ഷണത്തിനൊരു ഫണ്ട് വകയിരുത്തിയത് തികച്ചും ആശ്വാസജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കശുവണ്ടി ഫാക്ടറികളുടെ ആധുനികവൽക്കരണത്തിന് 2.25 കോടി, കാപെക്സിന്റെ കീഴിലുള്ള ഫാക്ടറികളുടെ ആധുനികവൽക്കരണത്തിന് 3.50 കോടി, സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിക്ക് 7.20 കോടി, കാഷ്യൂ ബോർഡിന്റെ റിവോൾവിംഗ് ഫണ്ടായി 43.55 കോടി എന്നിങ്ങനെയാണ് ബജറ്റിൽ തുക മാറ്റിവെച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊല്ലം. കാൽനൂറ്റാണ്ടായി കാത്തിരുന്ന ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിക്കായി കേന്ദ്ര ബജറ്റിൽ 100 കോടി രൂപ നീക്കിവെച്ചു. പദ്ധതിയുടെ നിർമ്മാണ ചെലവിന്റെ പകുതി സംസ്ഥാന സർക്കാർ വഹിക്കും. 1997 റെയിൽവേ ബഡ്ജറ്റിലാണ് ശബരി റെയിൽ പദ്ധതി ആദ്യമായി നിർദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ പിന്നീട് ഇതുവരെ പദ്ധതിയെക്കുറിച്ച് പരാമർശമുണ്ടായില്ല. ഈ വർഷത്തെ ബഡ്ജറ്റിലാണ് പദ്ധതിക്കായി കേന്ദ്രം 100 കോടി രൂപ നീക്കിവച്ചത്. ശബരി റെയിൽ പദ്ധതിക്കായി കെറെയിലാണ് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയത്. 3745 കോടി രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റും കെറെയിൽ സമർപ്പിച്ചു. ശബരിമല സീസണിൽ തീർത്ഥാടകരെ കൊണ്ടുപോകുന്നതിന് പുറമെ ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളുടെ വാണിജ്യ വ്യവസായ സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തുന്നതാണ് കെറെയിൽ സമർപ്പിച്ച പദ്ധതി. 116 കിലോമീറ്റർ വരുന്ന ശബരിപാത ഈ മേഖലയിലെ സാമ്പത്തിക വികസനത്തിനും വേഗം കൂട്ടും. ശബരിമലയ്ക്ക് സമീപം അങ്കമാലി മുതൽ എരുമേലി വരെ 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽപാത പൂർത്തിയാകുന്നതോടെ പാല, തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ, അങ്കമാലി എന്നീ 5 മുനിസിപ്പാലിറ്റികൾക്കും കേരളത്തിലെ 11 ചെറുപട്ടണങ്ങൾക്കും പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ ലഭിക്കും. പദ്ധതി നടപ്പാക്കുന്നതിന് കെറെയിലിനെ പരിഗണിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വന്യമൃഗശല്യം തടയുന്നതിന് ബജറ്റിൽ പ്രഖ്യാപിച്ച 50 കോടി കൊണ്ട് യാതൊരു ഗുണവുമില്ലെന്ന് കർഷകർ. RRT പ്രവർത്തകരുടെ വേതനം, വന്യജീവി ആക്രമണത്തിലെ നഷ്ടപരിഹാരം, പ്രതിരോധ സംവിധാനത്തിന് ഒക്കെയായാണ് നാമമാത്രം തുക അനുവദിച്ചത്. കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണിതെന്ന് കർഷക സംഘടനകൾ പറയുന്നു. സംസ്ഥാനത്തെ മുഴുവൻ ഫോറസ്റ്റ് ഡിവിഷനുകളിലും വന്യമൃഗ പ്രതിരോധത്തിനായി റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തിക്കുന്നുണ്ട്. 100-ലധികം പേരുണ്ട്. താൽക്കാലിക അടിസ്ഥാനത്തിലെടുത്ത ഇവർക്ക് 14,000 രൂപ പ്രതിമാസ വേതനമാണ്. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിവർഷം 100 പേർ കൊല്ലപ്പെടുന്നതായാണ് ഔദ്യോഗിക കണക്ക്. 5 ലക്ഷം രൂപയാണ് സർക്കാർ നിശ്ചയിച്ച നഷ്ടപരിഹാരമെങ്കിലും 10 ലക്ഷം രൂപ വരെ നൽകി വരുന്നുണ്ട്. പാമ്പ് കടിച്ചാൽ 2 ലക്ഷവും, വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റാൽ 2 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. 23 കടുവാ സങ്കേതങ്ങളും വന്യജീവി സങ്കേതങ്ങളും നിക്ഷിപ്ത സംരക്ഷിത വനങ്ങളുമൊക്കെയാണ് ഉള്ളത്. ഗ്രാമങ്ങളിലേക്ക് ആന ഇറങ്ങാതിരിക്കാൻ കിലോമീറ്ററുകളോളം സൗരോർജ്ജവേലിയും പ്രതിരോധ കിടങ്ങും ഓരോ വർഷവും സ്ഥാപിക്കാറുണ്ട്. കോടികളാണിതിന് ചെലവ്. മറ്റുള്ള ചെലവുകൾ വേറെയും. എന്നാൽ 50 കോടി 85 ലക്ഷം രൂപയാണ് ഇത്തരം കാര്യങ്ങൾക്കായി ബജറ്റിൽ ആകെ അനുവദിച്ചിട്ടുള്ളത്. മലയോരങ്ങളിൽ വന്യജീവി ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 50.85 ലക്ഷം കോടി രൂപ ഒരു കാരണവശാലും ഇവിടുത്തെ മലയോര ജനതയ്ക്ക് ഈ സംഖ്യ കൊണ്ട് ഒരു വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല. റാപ്പിഡ് റെസ്പോൺസ് ടീമിന് ശമ്പളം കൊടുക്കാനും അതുപോലെ തന്നെ വനം വകുപ്പിലെ വാച്ചർമാർക്ക് ശമ്പളം കൊടുക്കാനും മാത്രം തികയുന്ന ഒരു സംവിധാനമാണിത്. 1 രൂപ പോലും ഇപ്പോൾ നിലവിലുള്ള 1 രൂപ പോലും ഇത് കൊടുക്കാതെ, കർഷകർക്ക് കൊടുക്കാതെ വെച്ചിരിക്കുന്ന 1 രൂപ പോലും കൊടുക്കാനും പറ്റാത്ത രീതിയിലാണ് ഇത്. തീർച്ചയായിട്ടും കർഷക ദ്രോഹമായ നടപടിയാണ് ഈ എടുത്തിരിക്കുന്നത്. വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്ന കാലത്ത് ഈ തുക ഉപയോഗിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെയും എത്തില്ലെന്ന് കർഷകർ പറയുന്നു. അപര്യാപ്തമായ തുക അനുവദിച്ച് സർക്കാർ കർഷകരുടെ കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്തതെന്നാണ് ആരോപണം. S. വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ആകാശത്ത് വിസ്മയം തീർത്ത സൂര്യകിരൺ എയറോബാറ്റിക് ടീമിന്റെ വ്യോമാഭ്യാസ പരിശീലനം. ശംഖുമുഖം തീരത്ത് നാളെ നടക്കുന്ന എയറോബാറ്റിക് ഷോയുടെ പരിശീലനം കാണാൻ നിരവധി പേരാണ് എത്തിയത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ GS ധില്യണിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ഇന്ത്യൻ വായുസേനയുടെ യുദ്ധവിമാനങ്ങളിലെ പൈലറ്റുകൾക്ക് പരിശീലനം നൽകുന്ന സൂര്യകിരൺ ടീം ഏഷ്യയിലെ തന്നെ മികച്ച വ്യോമാഭ്യാസ സംഘം. സൂര്യകിരണിന്റെ എയറോബാറ്റിക് ഷോയുടെ പരിശീലനം കാണികളെ അമ്പരപ്പിച്ചു.
ചുവപ്പും വെള്ളയും നിറമുള്ള MK-132 ശ്രേണിയിൽ ഉൾപ്പെടുന്ന ഹോക്ക് യുദ്ധവിമാനങ്ങൾ നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾ കൗതുക കാഴ്ചയായി. കൊള്ളായിരുന്നു. ഇഷ്ടമല്ല ആദ്യമായിട്ട് കൊള്ളാം, നല്ല കാണാൻ രസമൊക്കെ ഉണ്ട്. നന്നായിരുന്നു. അല്ല, എന്റെ കസിനാണ്. ആദ്യമായിട്ടല്ല, നേരത്തെ കണ്ടിട്ടുണ്ട്. സൂപ്പർ ഷോ ആയിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. വരണം, അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക നാളെയും കൂടെ കൊണ്ടുവരണേ അമ്മ പ്ലീസ്. എയറോബാറ്റിക് ഷോയുടെ പരിശീലനം കാണാൻ നിരവധി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും എത്തി. ഭാരതീയ വ്യോമസേനയുടെ സൂര്യകിരൺ എയറോബാറ്റിക് ടീമിന്റെ വ്യോമാഭ്യാസ പ്രകടനങ്ങൾ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ നാളെ രാവിലെ നടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. 3 പതിറ്റാണ്ട് മുമ്പ് കാണാതായ മകനെ തേടുകയാണ് ഒരമ്മ. തൊടുപുഴ മണക്കാട് സ്വദേശിനി ഗിരിജയാണ് 1994 ഡൽഹിയിലെ താമസ സ്ഥലത്ത് നിന്നും നഷ്ടപ്പെട്ട മകൻ സജൻ കുമാറിനെ തേടുന്നത്. ഒരിക്കൽ കൂടി തന്റെ മകനെ ഒന്ന് കാണണം എന്ന ആഗ്രഹം മാത്രമാണ് 70-കാരിയായ ഈ അമ്മയ്ക്കുള്ളത്. 1990കളിലാണ് ഡിഫൻസ് മിനിസ്ട്രിയിൽ ജോലിയുള്ള ഭർത്താവ് ചന്ദ്രശേഖരൻ നായരുമൊത്ത് താമസിക്കാൻ മകൻ സജനെയും മകൾ സ്നേഹയെയും കൂട്ടി ഗിരിജ ഡൽഹിയിലെ RK പുരത്തെത്തുന്നത്. ഇലക്ട്രോണിക്സ് മോഹമുള്ള മകനെ മാതാപിതാക്കൾ RK പുരത്ത് തന്നെയുള്ള കേരള പബ്ലിക് സ്കൂളിലാണ് പഠിക്കാൻ അയച്ചത്. എന്നാൽ 10ാം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ സജന് മാർക്ക് കുറഞ്ഞുപോയി. ഇതേ ചൊല്ലി പിതാവ് ശകാരിച്ചു. ഇതിൽ മനം നൊന്ന സജൻ രാത്രിയിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. 1994 ഓഗസ്റ്റ് 17 ശനിയാഴ്ചയായിരുന്നു സംഭവമെന്ന് മാതാവ് ഗിരിജ ഓർക്കുന്നു. അവൻ പറഞ്ഞിരുന്ന ഇലക്ട്രോണിക്സിൽ ഭയങ്കര താല്പര്യമായിരുന്നു. എനിക്ക് ഇലക്ട്രോണിക്സിൽ എന്തെങ്കിലും പഠിപ്പിച്ചൊരു ചെറിയ കടയിട്ട് തന്നാലും മതി എന്നാണ് മോൻ പറഞ്ഞിരുന്നത്. പക്ഷെ പുള്ളി പറഞ്ഞ് അതല്ല, പഠിച്ചിട്ടൊരു ഗവൺമെൻറ് ജോലി നേടണം, നീ അങ്ങനെ മതിയെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ അവനതിന് എതിർപ്പായിരുന്നു. അങ്ങനെ ഒരു ദിവസം വഴക്കും പറഞ്ഞ അടിയൊക്കെ കൊടുത്തപ്പം പിറ്റേ ദിവസം ആളെ കാണാനില്ല. മകനെ കാണാതായ സംഭവത്തിൽ അന്ന് തന്നെ RK പുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം എങ്ങുമെത്തിയില്ല. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ UPയിലെ മാരുതി കമ്പനിയിൽ താൽക്കാലിക ജോലി ലഭിച്ചതായി സൂചിപ്പിച്ച് സജൻകുമാർ ഡൽഹിയിലുള്ള മാതാവിന് കത്തയച്ചിരുന്നു. 2 മാസം കൂടുമ്പോൾ മകന്റെ കൈയക്ഷരത്തിൽ തന്നെയുള്ള കത്ത് വരുമായിരുന്നുവെന്ന് ഗിരിജ പറയുന്നു. പോയി കഴിഞ്ഞിട്ട് ലെറ്റർ അയക്കുമായിരുന്നു. ഞാൻ ഉത്തർപ്രദേശിലാണ്, മാരുതി കമ്പനിയിൽ ജോലിക്ക് കയറി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ അമ്മയെ കാണാൻ വരും. അപ്പോൾ അച്ഛൻ എന്നെ എതിർക്കരുത്, ഞാൻ പുറത്തു നിന്നാണെങ്കിലും കണ്ടിട്ട് പൊക്കോളാം എന്നും പറഞ്ഞു. പക്ഷെ വന്നില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ +2 പാസ്സായി, ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കുവാണ്, ഞാൻ ബാംഗ്ലൂർക്ക് മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും അറിയില്ല, വന്നുമില്ല. വരാമെന്ന് പറഞ്ഞെങ്കിലും വന്നില്ല. 1996 ജോലിയിൽ നിന്നും വിരമിച്ചതോടെ ചന്ദ്രശേഖരൻ നായരും കുടുംബവും തിരികെ നാട്ടിലേക്ക് മടങ്ങി. 12 വർഷം മുമ്പ് ചന്ദ്രശേഖരൻ നായർ മരിച്ചു. മകളെ വിവാഹം കഴിച്ചയക്കുകയും ചെയ്തതോടെ ഗിരിജ ഒറ്റയ്ക്കായി. ഇതിനിടെ മകനെ പലരും ബോംബെയിലും ചെന്നൈയിലും ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ വെച്ച് കണ്ടതായി അറിയിച്ചു. മകനെ കാണാൻ സാധിക്കണമെന്ന ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ഈ അമ്മയ്ക്കുള്ളത്. ന്യൂസ് 18 ഇടുക്കി. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.